ഹായ് കൂട്ടുകാരെ, വിശ്വസാഹിത്യത്തിൽ ഇന്നോളം ഉണ്ടായിട്ടുള്ള ഹൊറർ കഥകളിൽ എക്കാലവും ഒന്നാം സ്ഥാനം അലങ്കരിക്കുന്ന ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുള എന്ന നോവലാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. കഥ നിങ്ങൾ അതീവ ശ്രദ്ധയോടെ കേൾക്കണം. എന്തെന്നാൽ ഈ കഥ മുൻപോട്ട് പോകുന്നത് ഇതിലെ കഥാപാത്രങ്ങളുടെ ചില ഡയറി കുറിപ്പുകളിലൂടെയും അതുപോലെ തന്നെ ചില കത്തുകളിലൂടെയുമാണ്. ശ്രദ്ധിക്കുക, ഒരു കഥാപാത്രത്തിൻ്റെ അല്ല, ഈ കഥയിലെ പല കഥാപാത്രങ്ങളുടെ ഡയറി കുറിപ്പിലൂടെയാണ് ഈ കഥ ഉടനീളം മുന്നോട്ട് പോകുന്നത്. അതിനാൽ തന്നെ നിങ്ങൾ അതീവ ശ്രദ്ധയോടെ കേട്ടിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ കഥ മനസ്സിലാകൂ. കഥയിലേക്ക് പോകുന്ന മുമ്പ് ഒരു നിമിഷം, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കഥാനായകൻ ജോനാഥൻ ഹാക്കറുടെ ഡയറി കുറിപ്പിലൂടെയാണ് ആദ്യത്തെ അധ്യായം ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ജോനാഥൻ ഹാക്കറുടെ ഡയറി. ബിസ്ട്രിറ്റ്സ്, മെയ് 3. മെയ് 1-ാം തീയതി രാത്രി മ്യൂണിച്ചിൽ നിന്നും പുറപ്പെട്ടു അടുത്ത ദിവസം രാവിലെ 7-ന് മുൻപ് വിയന്നയിൽ എത്തേണ്ടതായിരുന്നു. പക്ഷേ ട്രെയിൻ 1 മണിക്കൂർ ലേറ്റായി. ബുഡാപെസ്റ്റ് പ്രകൃതിസുന്ദരമായ സ്ഥലമാണ്. വണ്ടിയിലിരുന്ന് ജനാലയിലൂടെ ഞാൻ ആ പ്രകൃതി ഭംഗി ശരിക്കും ആസ്വദിച്ചു. പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് എത്തിയതിൻ്റെ ഒരു മാറ്റം മനസ്സ് ഉൾക്കൊണ്ടു. കാർപാത്തിയൻ മലനിരകൾക്ക് നടുവിലുള്ള ട്രാൻസിൽവാനിയയിലേക്കാണ് എനിക്ക് പോകേണ്ടത്. സമയം ഇപ്പോൾ തന്നെ കുറച്ച് വൈകിയതുകൊണ്ട് ഇനിയുള്ള യാത്രകളൊക്കെ കൃത്യസമയം പാലിച്ചുകൊണ്ടാവണം. ട്രാൻസിൽവാനിയ എന്ന ജില്ല യൂറോപ്പിലെ ഏറ്റവും അപരിഷ്കൃതവും ഇരുണ്ടതുമായ ഭൂവിഭാഗമാണത്രേ. മാപ്പിൽ വിശദമായി നോക്കിയെങ്കിലും ഈ പ്രദേശത്ത് എവിടെയാണ് ഡ്രാക്കുള പ്രഭുവിൻ്റെ കോട്ട സ്ഥിതി ചെയ്യുന്നതെന്ന് മനസ്സിലായില്ല. അങ്ങോട്ടാണ് എനിക്ക് പോകേണ്ടത്. രാത്രി നല്ല ക്ഷീണമുണ്ടായിട്ടും ഉറങ്ങാൻ പതുപതുത്ത മെത്ത ലഭിച്ചിട്ടും എന്തോ എനിക്ക് നന്നായി ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവ്യക്തമായ എന്തൊക്കെയോ പേടി സ്വപ്നങ്ങൾ കണ്ട് ഇടയ്ക്കിടെ ഞെട്ടി ഉണർന്നുകൊണ്ടിരുന്നു. അപ്പോഴെല്ലാം പുറത്ത് നായ്ക്കളുടെ ഓരിയിടൽ കേൾക്കാമായിരുന്നു. രാവിലെ ഉണർന്ന ഉടൻ യാത്രയ്ക്കൊരുങ്ങി. കുരുമുളക് ചേർത്ത് തയ്യാറാക്കിയ ഇറച്ചിയും മുട്ടയും ചേർത്ത കറിയും ചോളപ്പൊടി കുറുക്കിയ സൂപ്പും പ്രഭാത ഭക്ഷണമായി കിട്ടി. നല്ല രുചിയുണ്ടായിരുന്നെങ്കിലും സമാധാനമായി ഇരുന്ന് കഴിക്കാൻ സമയമില്ലായിരുന്നു. വാരി വലിച്ചു കഴിച്ചിട്ട് 8-ന് മുൻപ് പുറപ്പെടുന്ന ട്രെയിൻ പിടിക്കാൻ സ്റ്റേഷനിലെത്തി. ട്രെയിനിൽ കയറി സീറ്റ് പിടിച്ചെങ്കിലും പിന്നെയും 1 മണിക്കൂർ കഴിഞ്ഞാണ് പുറപ്പെട്ടത്. എല്ലാ സ്റ്റേഷനിൽ നിന്നും യാത്രക്കാർ കയറുന്നുണ്ടായിരുന്നു. ചിലർ കൃഷിക്കാരായിരുന്നു, ചിലർ പരിഷ്കൃത വേഷം ധരിച്ചവരും. സ്ത്രീകൾ പൊതുവെ സുന്ദരിമാരായി തോന്നി. പക്ഷേ അത് ദൂരക്കാഴ്ചയിലായിരുന്നു. അടുത്ത് വരുമ്പോൾ അത്ര മെച്ചമൊന്നും തോന്നിയില്ല. മീനെ കണ്ട കണ്ണുകൾ കൊണ്ട് നോക്കിയിട്ടുമാവാം, തമാശയോടെ ചിന്തിച്ചു. സ്ലോ വോക്കുകൾ പൊതുവെ അപരിഷ്കൃതരായിരുന്നു. കാലി പിള്ളേരെ പോലെ തൊപ്പിയും വച്ച് അഴുക്ക് പിടിച്ച കുപ്പായവും ധരിച്ച്. മിക്കവർക്കും നീണ്ടുകറുത്ത മുടിയും സമൃദ്ധമായ താടിയുമുണ്ട്. സന്ധ്യയോടെയാണ് വണ്ടി ബിസ്ട്രീറ്റിൽ എത്തിയത്. അതിപുരാതനവും മനോഹരമായ ഒരു പട്ടണം. ബുക്കോവിനയിലേക്ക് പോകാനുള്ള ബോർഗോ ചുരത്തിന് സമീപമാണ് ഈ ചെറുനഗരം. വിനാശകരമായ നിരവധി തീപിടുത്തങ്ങൾക്ക് ഇവിടം ഇരയായിട്ടുണ്ടത്രേ. ഡ്രാക്കുള പ്രഭു മുൻകൂട്ടി നിർദ്ദേശിച്ചതനുസരിച്ച് ഞാൻ ഗോൾഡൻ ക്രൗൺ ഹോട്ടലിലെത്തി. വാതിലിന് സമീപം നിന്നിരുന്ന സ്ത്രീ എന്നോട് ചോദിച്ചു, ഇംഗ്ലീഷുകാരനാണോ? അതെ. പേര് ജോനാഥൻ ഹാക്കർ. അവർ ചിരിച്ചു. അപ്പോൾ പിന്നിലെത്തിയ വൃദ്ധനോട് അവർ എന്തോ പറഞ്ഞു. അയാൾ വേഗം അകത്തു പോയി മടങ്ങി വന്നു. ഒരു കത്ത് എനിക്ക് നേരെ നീട്ടി. അത് ഡ്രാക്കുള പ്രഭുവിൻ്റെ കത്തായിരുന്നു. പ്രിയ സുഹൃത്തെ, കാർപാത്തിയയിലേക്ക് സ്വാഗതം. ഏറെ ആകാംക്ഷയോടെ ഞാൻ താങ്കളെയും പ്രതീക്ഷിച്ച് ഇരിക്കുകയാണ്. ഈ രാത്രി നന്നായി ഉറങ്ങുക. ബുക്കോവിന താങ്കളെ കാത്തിരിക്കുകയാണ്. നാളെ 3 മണിക്ക് പുറപ്പെടാൻ തയ്യാറായി ഇരിക്കുക. ബോർഗോ ചുരത്തിൽ എൻ്റെ കുതിരവണ്ടി താങ്കളെയും കാത്തു കിടക്കും. അതിൽ കയറുക. നേരെ എൻ്റെ അടുത്തേക്ക് വരിക. ഇതുവരെയുള്ള യാത്ര സുഖകരമായിരിക്കുമല്ലോ. മനോഹരമായ എൻ്റെ ഈ സ്ഥലവും താങ്കൾ ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പാണ്. താങ്കളുടെ സുഹൃത്ത് ഡ്രാക്കുള. മെയ് 4. എൻ്റെ സൗകര്യങ്ങളൊക്കെ ഭംഗിയായി നോക്കണമെന്ന് നിർദ്ദേശിച്ച് പ്രഭു ഹോട്ടൽ ഉടമയ്ക്കും കത്തെഴുതിയിരുന്നു. ആ നിലയ്ക്ക് അവർക്ക് പ്രഭുവിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുമായിരിക്കുമെന്ന് കരുതി പിറ്റേന്ന് ഞാൻ പലതും ചോദിച്ചു. ആരാണ് ഈ പ്രഭു? എവിടെയാണ് അദ്ദേഹത്തിൻ്റെ കൊട്ടാരം? ഒന്നിനും പക്ഷേ അവർ ഉത്തരം പറഞ്ഞില്ല. ചോദ്യം മനസ്സിലാകാത്തതുപോലെ ഒഴിഞ്ഞുമാറി. അപ്പോഴാണ് ആ വൃദ്ധ അടുത്തു വന്നത്. അവരുടെ മുഖം പ്രേതത്തെ കണ്ടതുപോലെ വിളറിയിരുന്നു. അവരെന്നോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? പോകാതിരിക്കരുതോ? അഥവാ പോയേ തീരുവെങ്കിൽ നാളെയാക്കരുതോ? ഇന്ന് ഒരു ദുർദിനമാണ്. അർദ്ധരാത്രിയോടെ സകല ദുഷ്ടശക്തികളും വിളയാടാൻ തുടങ്ങും. അതുകൊണ്ട് ഈ രാത്രി യാത്ര വേണ്ടെന്ന് വയ്ക്കുക. അന്ധവിശ്വാസ ജടിലമായ പിച്ചുംപേയുമായിട്ടേ എനിക്കതൊക്കെ തോന്നിയുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിർവഹിക്കാനുണ്ടെന്നും എനിക്ക് ഇന്ന് തന്നെ പോയേ തീരുമെന്നും ഞാൻ ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ അവർ എന്നോട് കെഞ്ചാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും പിന്തിരിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു അത്. ഒടുവിൽ ഞാൻ എൻ്റെ തീരുമാനം മാറ്റുകയില്ലെന്ന് ഉറപ്പായപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന ജപമാല അവരെൻ്റെ കഴുത്തിൽ അണിയിച്ചു. അതിൻ്റെ ലോക്കറ്റായി ഒരു കുരിശുമുണ്ടായിരുന്നു. ദയവായി ഇതൊരു കാരണവശാലും ഊരി മാറ്റരുത്. ഇത് നിങ്ങളുടെ അമ്മയുടെ ഓർമ്മയ്ക്കാണെന്ന് കരുതുക. ഞാൻ തലകുലുക്കി സമ്മതിച്ചു. ആ സ്ത്രീ പെട്ടെന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു.
ഹോട്ടൽ ഉടമയുടെയും ഈ സ്ത്രീയുടെയും പെരുമാറ്റം വിലയിരുത്തുമ്പോൾ എന്തൊക്കെയോ ദുരൂഹതകൾ ഉള്ളതായി എനിക്ക് തോന്നി. അപ്പോൾ കുതിരക്കുളമ്പടി കേട്ടു. അതാ കുതിരവണ്ടി വന്നു. എനിക്ക് പോകാനുള്ള വണ്ടി. 4 കുതിരകളെ കെട്ടിയ ആ വണ്ടിയിൽ ഞാൻ കയറിയിരുന്നു. അവിടെ കൂടി നിന്നവർ എൻ്റെ നേർക്ക് കൈ ഉയർത്തിക്കാട്ടുകയും കുരിശു വരയ്ക്കുകയും ചെയ്തു. വണ്ടിയിൽ വേറെയും യാത്രക്കാരുണ്ടായിരുന്നു. അവരുടെ ഭാഷ പക്ഷേ എനിക്ക് തീരെ മനസ്സിലായില്ല. അതുകൊണ്ട് ശരിക്കും ഒറ്റപ്പെട്ടു പോയി ഞാൻ. അറ്റം കാണാത്ത ആ യാത്ര അങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്നു. വഴിയാണെങ്കിൽ കുണ്ടും കുഴിയും നിറഞ്ഞതാണ്. യാത്ര വളരെ ബുദ്ധിമുട്ടായി തോന്നി. വണ്ടിക്കാണെങ്കിൽ അവിശ്വസനീയമായ വേഗതയും. ഞാൻ ഇരുവശത്തുമുള്ള പ്രകൃതി ഭംഗി ആസ്വദിച്ചു കൊണ്ടിരുന്നു. പച്ചപ്പ് നിറഞ്ഞ വിശാലമായ പുൽമേട് ചക്രവാളത്തിൽ മുട്ടുമാറി പരന്നു കിടക്കുന്നു. അതിനിടയിൽ അവിടെ ഉയർന്നു നിൽക്കുന്ന മൊട്ടക്കുന്നുകളും കാണാം. കർഷകരുടെ ചെറിയ വീടുകളും ഇടയ്ക്ക് കാണാനുണ്ട്. അതൊക്കെ നോക്കിയിരുന്നപ്പോൾ മനസ്സിന് ശാന്തതയും പ്രസന്നതയും അനുഭവപ്പെട്ടു. പൂക്കൾ നിറഞ്ഞ താഴ്വരകളും അവിടെ പ്രത്യക്ഷപ്പെടുന്ന വെള്ളച്ചാട്ടങ്ങളും കവികൾക്ക് പ്രചോദനമാകുന്ന കാഴ്ചകൾ തന്നെ. വഴിയോരത്തുന്ന ചില സ്ഥലവാസികൾ എന്നെ നോക്കി കുരിശു വരയ്ക്കുന്നതായി ഞാൻ ശ്രദ്ധിച്ചു. സന്ധ്യയാവുന്നു. സൂര്യൻ പൂർണ്ണമായും അസ്തമിക്കുകയാണ്. ഇരുട്ടിൻ്റെ കറുത്ത തിരശ്ശീലയ്ക്കൊപ്പം മഞ്ഞിൻ്റെ പൂക്കളും പ്രകൃതിയെ ആവരണം ചെയ്യുന്നു. ഇരുട്ട് അധികമാകുന്തോറും മറ്റു യാത്രക്കാർ വല്ലാതെ അസ്വസ്ഥരാകുന്നതും ഞാൻ കണ്ടു. പ്രഭുവിൻ്റെ കൊട്ടാരത്തിലേക്ക് എന്നെ കൊണ്ടുപോകാനുള്ള വണ്ടി വരുമെന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഇറങ്ങി. ഞാൻ വന്ന വണ്ടി യാത്ര തുടർന്നു. ഇപ്പോൾ ഇരുട്ടിൽ തണുത്തു വിറച്ച് ഞാൻ ഏകനായി നിൽക്കുകയാണ്. പ്രതീക്ഷിച്ചതിലും വൈകിയാണ് ആ വണ്ടി എത്തിയത്. നല്ല ഉയരവും മെലിഞ്ഞ ദൃഢമായ ശരീരവുമുള്ള വണ്ടിക്കാരൻ്റെ മുഖം ഞാൻ വഴിവിളക്കിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ വ്യക്തമായി കണ്ടു. നീണ്ടു വളർന്ന തവിട്ട് നിറമാർന്ന താടി, തീക്കട്ട പോലെ ജ്വലിക്കുന്ന കണ്ണുകൾ, ചോരത്തുടിപ്പാർന്ന ചുണ്ടുകൾ, വെളുത്ത് കൂർത്ത പല്ലുകൾ. അയാൾ ഒരു ഹാറ്റും ധരിച്ചിരുന്നു. വണ്ടിയിലേക്ക് അയാൾ എന്നെ കൈപിടിച്ച് കയറ്റി. ഉരുക്കുദണ്ടുകൾ പോലെ ശക്തമാണ് ആ കൈകൾ എന്നെനിക്ക് തോന്നി. കടിഞ്ഞാൺ അയച്ചതോടെ കുതിരകൾ കുതിച്ചു പായാൻ തുടങ്ങി. അവ ഓടുകയല്ല, ചിറക് വിരിച്ച് പറക്കുകയാണെന്ന് എനിക്ക് തോന്നി. അർദ്ധരാത്രി ആയിട്ടുണ്ടാവും. വെറുതെയെങ്കിലും പേടിപ്പിക്കുന്ന ചിന്തകൾ മനസ്സിൽ ഉയരാൻ തുടങ്ങി. എവിടെ നിന്നോ ഒരു നായയുടെ ദയനീയമായ മോങ്ങൽ ഉയർന്നു. തുടർന്ന് 4 പാട് നിന്നും ചെന്നായ്ക്കളുടെ ഓരിയിടൽ കേട്ടു. ഇതെല്ലാം കേട്ടിട്ടാവാം കുതിരകൾ വിരണ്ടു തുടങ്ങി. അവയെ വളരെ ബുദ്ധിമുട്ടിയാണ് വണ്ടിക്കാരൻ നിയന്ത്രിച്ചത്. വണ്ടി ഒരു തുരങ്കം കടന്ന് പുറത്തു വന്നപ്പോൾ മുന്നിൽ അകലെയായി ഒരു നീല വെളിച്ചം കണ്ടു. വണ്ടിക്കാരൻ വണ്ടി നിർത്തി ഇറങ്ങി ഇരുട്ടിൽ എങ്ങോ മറിഞ്ഞു. വണ്ടിയിൽ തനിച്ചായ ഞാൻ ശരിക്കും ഭയന്ന് വിറച്ചുപോയി. ഏറെ വൈകാതെ അയാൾ മടങ്ങി വന്ന് വണ്ടിയിൽ കയറിയപ്പോഴാണ് സമാധാനമായത്. ആ വെളിച്ചത്തിൻ്റെ നേർക്ക് തന്നെ അയാൾ വണ്ടി ഓടിച്ചു. ആ വെളിച്ചത്തിനും എനിക്കുമിടയിൽ വണ്ടിക്കാരൻ്റെ ശരീരം മറയായി വന്നപ്പോഴൊന്നും ആ വെളിച്ചം മറഞ്ഞില്ല. ഒരിക്കൽ പോലും ആ നീല വെളിച്ചം അദൃശ്യമായില്ല. അതെന്നെ വല്ലാതെ ഭയപ്പെടുത്തി. കുറേ ദൂരം കൂടി അപ്രകാരം ഓടിയ ശേഷം അയാൾ വണ്ടി നിർത്തിയിട്ട് വണ്ടിയിൽ നിന്നും ഇറങ്ങി എങ്ങോട്ടോ മറിഞ്ഞു. വണ്ടിയിൽ ഞാൻ തനിച്ചായി. 4 പാട് നിന്നും വിശന്ന ചെന്നായ്ക്കളുടെ മുരൾച്ചയും ഓരിയും അടുത്തടുത്ത് വരുന്നതായി എനിക്ക് തോന്നി. ഞാൻ കിടകിടെ വിറച്ചുപോയി. അപ്പോഴത്തെ എൻ്റെ അവസ്ഥ വാക്കുകളാൽ വർണ്ണിക്കാനാവില്ല. ഇത്തവണ കുറേയധികം വൈകിയാണ് അയാൾ മടങ്ങി വന്നത്. അയാൾ കൈകൾ ഉയർത്തി എന്തോ ആംഗ്യം കാണിച്ചപ്പോൾ ചെന്നായ്ക്കൾ പൊടുന്നനെ അപ്രത്യക്ഷമായി. എനിക്കാകെ ബോധം മറയും പോലെ തോന്നി. ഞാനൊന്ന് മയങ്ങിയോ? കണ്ണു തുറന്നു നോക്കുമ്പോൾ വണ്ടി വലിയൊരു കൊട്ടാരത്തിൻ്റെ മുറ്റത്ത് നിൽക്കുകയാണ്. പഴകി ദ്രവിച്ച ഒരു ചരിത്ര സ്മാരകത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു കൂറ്റൻ കൊട്ടാരം. ജോനാഥൻ ഹാർക്കറുടെ ഡയറി തുടരുന്നു. മെയ് 5. വണ്ടി നിന്നയുടൻ വണ്ടിക്കാരൻ ചാടിയിറങ്ങി. എന്നെ ഇറങ്ങാൻ സഹായിക്കാനായി അയാളുടെ കൈകൾ നീട്ടി. ആ കൈകളിൽ പിടിച്ച് ഇറങ്ങുമ്പോൾ ഒരിക്കൽ കൂടി എനിക്ക് ആ ഉരുക്കുമുഷ്ടിയുടെ അസാധാരണമായ കരുത്ത് അനുഭവപ്പെട്ടു. എൻ്റെ ലഗേജുകൾ അയാൾ താഴെ ഇറക്കി വെച്ചു. തുടർന്ന് അയാൾ വണ്ടിയിലേക്ക് ചാടിക്കയറി ഇരുന്ന് കുതിരയെ പായിച്ചു. ഞാൻ ഏകനായി ഇരുട്ടിൽ എവിടെയാണെന്നറിയാതെ ഇനി എന്തെന്നറിയാതെ പകച്ചു നിന്നു. ആ ഭീകര നിശബ്ദതയിൽ, ഭയാനകമായ ഏകാന്തതയിൽ എത്ര നേരം ഞാനങ്ങനെ നിന്നെന്നറിയില്ല. ഞാൻ കാണിച്ചത് അതിസാഹസികതയായി പോയോ? ലണ്ടനിലെ കുറച്ച് ഭൂമി വിൽക്കുന്ന ഇടപാടുമായി ബന്ധപ്പെട്ട് ഒരു വക്കീൽ ഗുമസ്തൻ എന്ന നിലയിൽ ചാടി പുറപ്പെടുമ്പോൾ അത് ഇത്ര കുഴപ്പം പിടിച്ച ഏർപ്പാടാകുമെന്ന് കരുതിയില്ല. പോരെങ്കിൽ ഞാൻ എഴുതിയ നിയമപരീക്ഷ പാസ്സായ വിവരം അറിഞ്ഞ ശേഷമാണ് ഞാൻ പുറപ്പെട്ടത്. ഇനി ഞാൻ ഒരു തികഞ്ഞ വക്കീലായി മാറും. ഇങ്ങനെ ചിന്തിച്ചു നിൽക്കെ അടച്ചിട്ട വാതിലിന് നേർക്ക് അകത്തു നിന്നും അടുത്തടുത്ത് വരുന്ന കാലച്ച കേട്ടു. വാതിലിൻ്റെ ഓടാമ്പൽ വലിച്ചു മാറ്റുന്ന ശബ്ദത്തോടൊപ്പം ഒരു ചങ്ങലക്കിലക്കവും കേട്ടു. തുടർന്ന് വാതിൽ മലർക്കെ തുറക്കപ്പെട്ടു. അതാ ദീർഘകായനായ ഒരു വയോധികൻ എനിക്ക് മുന്നിൽ നീണ്ടു നിവർന്നു നിൽക്കുന്നു. വൃത്തിയായി ഷേവ് ചെയ്ത മുഖത്ത് ഒരു ഉഗ്രൻ നരച്ച കൊമ്പൻ മീശയുണ്ട്. ശരീരം കറുത്ത വസ്ത്രങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു. വളരെ പൗരാണികമായ ഒരു വെള്ളിവിളക്ക് അയാൾ കയ്യിലേന്തിയിരുന്നു. അതിൻ്റെ നാളം കാറ്റിൽ ആടിക്കൊണ്ടിരുന്നു. അതനുസരിച്ച് നിഴലും വെളിച്ചവും മാറി മാറി വന്നുകൊണ്ടിരുന്നു. കുലീനതയോടെ അദ്ദേഹം വലതുകൈ ഉയർത്തി എന്നെ സ്വാഗതം ചെയ്തു. സുന്ദരമായ ഇംഗ്ലീഷിലാണ് അദ്ദേഹം സംസാരിച്ചത്. ഒരു സംഗീതാത്മകമായ ഈണവുമുണ്ടായിരുന്നു ആ സംസാരത്തിന്.
താങ്കൾക്ക് എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം. അസമയത്തായി പോയതിൽ വിഷമിക്കേണ്ട. സ്വന്തം വീട്ടിലേക്ക് കയറും പോലെ കരുതാം. ഒരു കൽപ്രതിമയുടെ പ്രതീതി ജനിപ്പിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിൽപ്പ്. ഞാൻ മെല്ലെ അകത്തേക്ക് കയറിയപ്പോൾ എനിക്ക് ഹസ്തദാനം ചെയ്തു. ശക്തമായ ആ കൈകൾ മരിച്ചു മരവിച്ചതുപോലെയുള്ള തണുപ്പായിരുന്നു. ആ വണ്ടിക്കാരൻ്റെ കൈകളിൽ പിടിച്ചപ്പോഴും ഇതേ അനുഭവമായിരുന്നു. രണ്ടും ഒരാൾ തന്നെയാണോ എന്ന് പോലും സംശയം തോന്നി. ഞാൻ ചോദിച്ചു, ഡ്രാക്കുള പ്രഭു? അതെ, ഞാൻ തന്നെയാണ് പ്രഭു. ആഭിജാത്യം തുളുമ്പുന്ന രീതിയിൽ തലകുനിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. മിസ്റ്റർ ജോനാഥൻ ഹാക്കർ, താങ്കളെ ഞാൻ എൻ്റെ കൊട്ടാരത്തിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. തണുപ്പേറിയ രാത്രിയിലെ ദീർഘമായ യാത്ര താങ്കളെ വല്ലാതെ ക്ഷീണിപ്പിച്ചിട്ടുണ്ടാവും. താങ്കൾക്കിപ്പോൾ നല്ല ഭക്ഷണവും വിശ്രമവും ആവശ്യമാണ്. ഇത് പറഞ്ഞിട്ട് ചുവരിലെ ഒരു തട്ടിൽ അയാൾ വിളക്ക് സ്ഥാപിച്ചു. എന്നിട്ട് എൻ്റെ സാധന സാമഗ്രികൾ എടുത്തുകൊണ്ടുവരാൻ സ്വയം പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ട് ഞാൻ തടഞ്ഞു. അയ്യോ വേണ്ട, അതൊക്കെ ഞാൻ തന്നെ എടുത്തുകൊള്ളാം. വേണ്ട സാർ, താങ്കൾ എൻ്റെ അതിഥിയാണ്. എൻ്റെ പരിചാരകരാരും ഇപ്പോൾ ഇവിടെയില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ആ ജോലി ചെയ്യുന്നു. അതിൽ ഒരു തെറ്റുമില്ല. എൻ്റെ ലഗേജും പേറി നടന്ന പ്രഭുവിൻ്റെ പിന്നിൽ ഞാനും നടന്നു. കുറേ പടികൾ കയറി ഇടനാഴികളും കടന്ന് ഞങ്ങൾ ഒടുവിലെത്തിയത് വളരെ വിശാലവും നല്ല പ്രകാശവുമുള്ള ഒരു മുറിയിലാണ്. എനിക്ക് സന്തോഷം തോന്നി. അവിടെ ഒരു തീൻമേശപ്പുറത്ത് വിവിധ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരുക്കി വെച്ചിരുന്നു. ആ മുറിയിൽ ചൂട് പകർന്ന ഫയർ പ്ലേസിൽ ധാരാളം പുതിയ വിറകുകൾ നിറച്ചിട്ടുണ്ട്. പ്രഭു വീണ്ടും 1-2 വാതിൽ കടന്ന് മറ്റൊരു വിശാലമായ മുറി എനിക്ക് കാട്ടിത്തന്നു. അതായിരുന്നു കിടപ്പറ. അവിടെയും വിറകടുപ്പിൽ നിന്ന് നല്ല ചൂട് ഉയരുന്നുണ്ടായിരുന്നു. എല്ലാം കാട്ടിത്തന്നിട്ട് പ്രഭു പറഞ്ഞു, ഇനി താങ്കൾ കുളിയും മറ്റും കഴിഞ്ഞ് ഭക്ഷണവും കഴിച്ച് ഈ മുറിയിൽ വന്ന് സ്വസ്ഥമായി ഉറങ്ങുക. യാത്രാക്ഷീണം മാറിയിട്ട് നാളെ നമുക്ക് സംസാരിക്കാം. പ്രഭുവിൻ്റെ കുലീനമായ പെരുമാറ്റവും മുറികളിലെ പ്രകാശവും സൗകര്യങ്ങളുമെല്ലാം എൻ്റെ മനസ്സിൽ കടന്നുകൂടിയിരുന്ന ഭയവും സംശയങ്ങളുമൊക്കെ അകറ്റി. കൊതിയൂർന്ന ഗന്ധം പരത്തുന്ന മുരിച്ച കോഴിയിറച്ചിയും വെണ്ണയും സലാഡും ഒന്നാന്തരം വൈനും ഒക്കെ ചേർന്ന ആർഭാടമായ അത്താഴത്തിന് ശേഷം ചൂട് പകരുന്ന അടുപ്പിനരികിൽ കസേര വലിച്ചിട്ട് ഞാനും പ്രഭുവും അഭിമുഖമിരുന്നു. പ്രഭു നേരത്തെ അത്താഴം കഴിച്ചിരുന്നതുകൊണ്ടാവാം എന്നോടൊപ്പം ഒന്നും കഴിച്ചില്ല. അദ്ദേഹം എനിക്കൊരു സിഗാർ തന്നിട്ട് താൻ പുകവലിക്കാറില്ലെന്ന് പറഞ്ഞു. സിഗാറിന് തീ കൊളുത്തി 2 പുകയെടുത്തപ്പോൾ എനിക്ക് നല്ല ഉന്മേഷം തോന്നി. ഇപ്പോൾ വ്യക്തമായി അടുത്ത് കാണാവുന്ന പ്രഭുവിൻ്റെ മുഖം ഞാൻ സശ്രദ്ധം നിരീക്ഷിച്ചു. കരുത്തുറ്റ ആ മുഖത്ത് ഉയർന്ന നെറ്റിത്തടവും നീണ്ടു വളഞ്ഞ നാസികയും നീണ്ടു വരുന്ന പുരികക്കൊടിയും കൊമ്പൻ മീശയും ഏറെ ശ്രദ്ധയാകർഷിക്കുന്നതായിരുന്നു. കറുത്തു കൊഴുത്ത മുടി ഒരു അത്ഭുതം പോലെ തോന്നി. ഒതുങ്ങിയ കവിളുകളും കരുത്തുറ്റ താടിയെല്ലും പൗരുഷത്തിൻ്റെ ലക്ഷണം തന്നെ. പക്ഷേ ആ മുഖത്ത് വല്ലാത്തൊരു വിളർച്ച ബാധിച്ചതുപോലെ തോന്നി. കരുത്തുറ്റ അയാളുടെ കൈകൾ ഞാൻ ശ്രദ്ധിച്ചു. കൈപ്പത്തിയുടെ മധ്യത്തിൽ രോമം വളർന്നിരുന്നു. വിരലുകൾ താരതമ്യേന കുറുകിയവയായിരുന്നു. നഖങ്ങളോ വല്ലാതെ കൂർത്തതും. അയാൾ എൻ്റെ ദേഹത്തേക്ക് ചായുന്നതായും മുഖം എൻ്റെ മുഖത്ത് സ്പർശിക്കത്തക്ക വിധം അടുത്തു വരുന്നതായും ഞാൻ അറിഞ്ഞു. അയാളുടെ ഉച്ഛ്വാസവായുവിന് അസഹനീയമായ ദുർഗന്ധമുണ്ടായിരുന്നു. ഞാൻ ഓക്കാനിച്ചു പോയി. പെട്ടെന്ന് പ്രഭു പിന്നോക്കം മാറി. അയാളുടെ പുഞ്ചിരി പോലും അശ്ലീലമായി തോന്നി. പുറത്തേക്ക് കണ്ട പല്ലുകൾ അറപ്പും പേടിയും ഉളവാക്കും വിധം കൂർത്തതായിരുന്നു. പുറത്തെ ജനാലയിലൂടെ പുലർവട്ടം കണ്ടപ്പോൾ അയാൾ ചാടി എഴുന്നേറ്റു. എനിക്കല്പം ജോലിയുണ്ട്. താങ്കൾ ക്ഷീണിതനാണല്ലോ, സുഖമായി ഉറങ്ങുക എന്ന് പറഞ്ഞിട്ട് അയാൾ വേഗം മുറിവിട്ടു പോയി. ആകപ്പാടെ കുഴഞ്ഞു മറിഞ്ഞ മാനസികാവസ്ഥയുമായി ഞാൻ കണ്ണടച്ചു കിടന്നു. മെയ് 7. ഏതാണ്ട് 24 മണിക്കൂർ നേരം ഞാൻ അന്തം വിട്ടുറങ്ങിപ്പോയി. ഉണരുന്നത് പിറ്റേന്ന് വൈകുന്നേരത്തോടെയാണ്. ഉറക്കക്ഷീണം ശരിക്കും മാറിക്കിട്ടി ഉണർവോടെ ഞാൻ ഭക്ഷണമുറിയിലേക്ക് കടന്നു. അവിടെ മേശപ്പുറത്ത് ഉച്ചഭക്ഷണം തണുത്തുറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. തണുത്തതാണെങ്കിലും രുചികരമായ ഭക്ഷണമായതുകൊണ്ടും നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ടും ഞാൻ ഭക്ഷണം ആസ്വദിച്ചു തന്നെ കഴിച്ചു. ഫയർ പ്ലേസിനടുത്ത് വച്ചിരുന്ന ചൂട് കാപ്പിയും കുടിച്ചപ്പോൾ ഉത്സാഹമായി. അപ്പോഴാണ് മേശപ്പുറത്തിരിക്കുന്ന കടലാസ് ശ്രദ്ധിച്ചത്. ഞാൻ കുറേ സമയത്തേക്ക് ഇവിടെ ഉണ്ടാവില്ല. അത്താഴത്തിനും എന്നെ കാക്കണ്ട പ്രഭു. ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ എടുത്തുകൊണ്ടു പോകാൻ വേലക്കാരെ അന്വേഷിച്ചെങ്കിലും ആരെയും കണ്ടില്ല. പാത്രങ്ങളെല്ലാം സ്വർണ്ണ നിർമ്മിതവും പുരാവസ്തുക്കളുമായിരുന്നു. അതുപോലെ മുറിയിലെ കട്ടിലും കസേരമേശകളും കട്ടനുകളും വിരിപ്പുകളുമെല്ലാം രാജകൊട്ടാരങ്ങളെയും വെല്ലുന്ന പ്രൗഢിയോടെ കാണപ്പെട്ടു. എല്ലാം പുതുപുത്തൻ പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ അടുത്ത മുറിയിലേക്ക് കടന്നു. അതൊരു ലൈബ്രറിയായിരുന്നു. ഭംഗിയുള്ള നിരവധി ഷെൽഫുകൾ നിറയെ അടുക്കി വെച്ച വിജ്ഞാനപ്രദമായ പുസ്തകങ്ങൾ, വിവിധ വിഷയസ്പർശികളായ പുസ്തകങ്ങൾ. ലണ്ടൻ നഗരത്തെക്കുറിച്ച് വിവരം നൽകുന്ന ചില പുസ്തകങ്ങളും അക്കൂട്ടത്തിൽ കണ്ടു. ഞാൻ പുസ്തകങ്ങൾ നോക്കി നിൽക്കെ പ്രഭു കടന്നു വന്നു. എൻ്റെ ഗ്രന്ഥശേഖരം എങ്ങനെയുണ്ട്? പുസ്തകങ്ങളാണ് എൻ്റെ ആത്മമിത്രങ്ങൾ. ഇവയിലൂടെയാണ് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചതും ലണ്ടൻ നഗരത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയതും. അതിരിക്കട്ടെ, എൻ്റെ ഇംഗ്ലീഷ് ഉച്ചാരണം എങ്ങനെയിരിക്കുന്നു? അസലായിരിക്കുന്നു. സംസാരം കേട്ടാൽ താങ്കൾ ഒരു ഇംഗ്ലീഷുകാരനാണെന്നേ പറയൂ. റിയലി ഗുഡ്, താങ്ക് യു. താങ്കൾ എന്നെ പുകഴ്ത്തുകയല്ലോ അല്ലേ? പ്രഭു ചിരിച്ചു. കൂർത്ത പല്ലുകൾ. കുറെ കൂടി നന്നായി ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ കഴിയണമെന്നും
ഇവിടെയുള്ള കാലം ഞാൻ അതിന് പ്രഭുവിനെ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എൻ്റെ പല പല ചോദ്യങ്ങൾക്കും വ്യക്തമായ ഉത്തരം തരാതെ സൂത്രത്തിൽ ഒഴിയുകയും ചെയ്തു. താങ്കളില്ലാത്തപ്പോൾ ഈ വീട്ടിൽ എനിക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാമോ? എല്ലാ മുറികളിലും പ്രവേശനാനുവാദമുണ്ടോ? എൻ്റെ ചോദ്യം കേട്ട് ആതിഥ്യ മര്യാദയുടെ അവസാന വാക്കെന്നോണം ഡ്രാക്കുള പറഞ്ഞു. പിന്നെന്താ, താങ്കൾ എൻ്റെ അതിഥിയല്ലേ, എവിടെ വേണമെങ്കിലും പ്രവേശിക്കാം, പക്ഷേ അടച്ചിട്ട മുറികളൊന്നും തുറക്കരുത്. തലേന്ന് രാത്രി വണ്ടിക്കാരൻ വഴിയിൽ ഒരു നീല വെളിച്ചം കണ്ടപ്പോൾ വണ്ടി നിർത്തി ഇറങ്ങിപ്പോയ സംഭവം വിവരിച്ചിട്ട് ഞാൻ അതെന്തിനായിരുന്നു എന്ന് ചോദിച്ചു. സാക്സൺകാരും തുർക്കികളും തമ്മിൽ ദീർഘകാലം യുദ്ധം നടന്ന സ്ഥലമാണത്. അവിടെ ഏതോ നിധിയുണ്ടെന്നാണ് വിശ്വാസം. നിധി ഇരിക്കുന്ന സ്ഥലത്താണ് നീല വെളിച്ചം കാണുന്നത്രേ. എങ്കിൽ പിന്നെ ആർക്കെങ്കിലും ആ നിധി കുഴിച്ചെടുത്തുകൂടെ? ഞാൻ ചോദിച്ചു. തലയിളക്കിക്കൊണ്ട് പ്രഭു പറഞ്ഞു, അതാണ് തമാശ. വർഷത്തിൽ ഒരു രാത്രി മാത്രമേ ആ നീല വെളിച്ചം തെളിയൂ. ഇവിടെയുള്ള ഭീരുക്കളായ കർഷകരും മറ്റും ഈ രാത്രി ഭൂതപ്രേത പിശാചുകൾ വിഹരിക്കുന്ന രാത്രിയാണെന്ന് വിശ്വസിച്ച് വീടിനുള്ളിൽ കതകടച്ച് പേടിച്ച് വിറച്ചിരിക്കും. വണ്ടിക്കാരൻ ഇറങ്ങിപ്പോയത് ആ സ്ഥലം അടയാളപ്പെടുത്താനാകും. പക്ഷേ പകൽ ചെന്ന് നോക്കുമ്പോൾ ഒരടയാളവും അവിടെ ഉണ്ടാവില്ല. അതിരിക്കട്ടെ, ലണ്ടൻ നഗരത്തിൽ ഞാൻ വാങ്ങാൻ ഒരുങ്ങുന്ന സ്ഥലത്തെക്കുറിച്ച് പറയൂ, കേൾക്കട്ടെ. ഞാൻ വേഗം അടുത്ത മുറിയിൽ നിന്ന് സ്ഥലത്തിൻ്റെ പ്ലാനും മറ്റ് വിവരങ്ങളും അടങ്ങുന്ന കടലാസുകൾ എടുത്തുകൊണ്ടുവന്നു. ഞാനൊന്നും വിശദീകരിക്കേണ്ടി വന്നില്ല. എന്നേക്കാൾ നന്നായി പ്രഭു കാര്യങ്ങൾ ഗ്രഹിച്ചിരുന്നു. അങ്ങനെയിരിക്കെ നേരം പുലരാറായി എന്ന സൂചനയോടെ കോഴി കൂവി. പെട്ടെന്ന് തത്രപ്പാടോടെ അദ്ദേഹം എഴുന്നേറ്റ് പോയി. മെയ് 8. ഈ ഡയറിയിൽ ഞാൻ കുറിച്ചതുപോലെ ഭയം എന്നെ വീണ്ടും ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. നിഗൂഢതകൾ നിറഞ്ഞ ഈ സ്ഥലത്തെക്കുറിച്ച് കുറേയെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞതിൽ സന്തോഷവും തോന്നി. ആരോടെങ്കിലും സംസാരിക്കാൻ കഴിഞ്ഞെങ്കിൽ കുറെ കൂടി ധൈര്യം ലഭിക്കുമായിരുന്നു. ഞാൻ എന്നെങ്കിലും ഇവിടെ നിന്നും മടങ്ങിപ്പോകുമോ എന്നുപോലും ഉറപ്പില്ല. രാവിലെ ഞാൻ ഷേവ് ചെയ്തുകൊണ്ടിരിക്കെ എൻ്റെ മുഖം അല്പം മുറിഞ്ഞ് ചോര പൊടിഞ്ഞു. പെട്ടെന്ന് എൻ്റെ ചുമലിൽ കനത്ത ഒരു കൈപ്പടം അമർന്നു. ഗുഡ് മോർണിംഗ്. അത് പ്രഭുവായിരുന്നു. പക്ഷേ ആശ്ചര്യം, എൻ്റെ തൊട്ടു പിന്നിൽ നിൽക്കുന്ന പ്രഭുവിൻ്റെ മുഖം എൻ്റെ മുന്നിലുള്ള കണ്ണാടിയിൽ പതിയുന്നില്ല. മുറി മുഴുവൻ പ്രതിഫലിച്ചിട്ടും എന്തുകൊണ്ടാണ് പ്രഭുവിൻ്റെ രൂപം മാത്രം കാണുന്നില്ല? തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾ അവിടെ തന്നെയുണ്ട്. അയാളുടെ കണ്ണുകൾ പൈശാചികമായ ഒരു ആർത്തി തെളിഞ്ഞു നിൽക്കുന്നുണ്ടെന്ന് തോന്നി. പെട്ടെന്ന് പ്രഭു എൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. ഭയന്നുപോയി ഞാൻ കുതിരയപ്പോൾ അയാൾ പിടിവിട്ടു. എൻ്റെ കഴുത്തിൽ തൂങ്ങിക്കിടക്കുന്ന കുരിശിലേക്ക് നോക്കിയ അയാളുടെ കണ്ണുകൾ ഭയമുണ്ടായിരുന്നു. ഉടനെ ശാന്തത വീണ്ടെടുത്ത് പ്രഭു പറഞ്ഞു, നിങ്ങളുടെ മുഖത്ത് ചോര പൊടിഞ്ഞിരിക്കുന്നു. ഈ അന്തരീക്ഷത്തിൽ അത് നല്ലതല്ല. ഈ കണ്ണാടിയാണ് കുഴപ്പമുണ്ടാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണാടിയെടുത്ത് ജനലിലൂടെ അയാൾ ദൂരേക്കെറിഞ്ഞു. ഉടനെ ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഞാനാകെ സ്തംഭിച്ചു നിന്നുപോയി. അല്പം കഴിഞ്ഞു മുഖം കഴുകി ഭക്ഷണമുറിയിൽ ചെന്നപ്പോൾ മേശപ്പുറത്ത് പ്രഭാത ഭക്ഷണം നിരത്തി വച്ചിരിക്കുന്നു. ആരാണ് ഇതൊക്കെ തയ്യാറാക്കുന്നതും ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നതും? ഒരാളെയും ഇതുവരെയും കാണാൻ കഴിഞ്ഞിട്ടില്ല, പ്രഭുവിനെ അല്ലാതെ. പ്രഭു ഭക്ഷണം കഴിച്ചിരിക്കുമോ? ഇത്രയും ദിവസങ്ങൾക്കിടയിൽ ഒരിക്കൽ പോലും അയാൾ എന്തെങ്കിലും കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഭക്ഷണം കഴിച്ച ശേഷം ഞാൻ വിശാലമായ ആ കൊട്ടാരം ഒന്ന് നടന്നു കാണാൻ തീരുമാനിച്ചു. മനോഹരമായ ഒരു കുന്നിൻ മുകളിലാണ് കോട്ടയും കൊട്ടാരവും സ്ഥിതി ചെയ്യുന്നത്. രണ്ടും ഒന്ന് തന്നെ. കാരണം ഞാനിവിടെ കഴിയുന്നത് ശരിക്കും ഒരു തടവുകാരനെ പോലെയാണല്ലോ. ഞാൻ ശ്രമിച്ചാലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് തോന്നി. പ്രഭുവിൻ്റെ അനുമതിയില്ലാതെ അത് സാധ്യമാവില്ല. പ്രഭു എന്തിനാണ് എന്നെ ഇവിടെ ഇങ്ങനെ താമസിപ്പിച്ചിരിക്കുന്നത്? അത് ആലോചിച്ചപ്പോൾ എന്തോ വല്ലാത്തൊരു ഭയവും തോന്നി. ഞാൻ മടങ്ങി കിടപ്പറയിലെത്തുമ്പോൾ എൻ്റെ കിടക്ക് വിരിക്കുന്ന പ്രഭുവിനെയാണ് കണ്ടത്. എൻ്റെ ഊഹം ശരിയായി. ഈ കോട്ടയിൽ പ്രഭു അല്ലാതെ മറ്റാരുമില്ല. പ്രഭുവും ഭൃത്യനും പാചകക്കാരനും എല്ലാം ഒരാൾ തന്നെ. വണ്ടിക്കാരനായി അഭിനയിച്ചതും പ്രഭു തന്നെയായിരുന്നു എന്ന് ഞാൻ ഉറപ്പിച്ചു. അയാൾ കൈ ഉയർത്തി വീശിയപ്പോൾ അക്രമാസക്തരായ ചെന്നായ്ക്കൾ ശാന്തരായി പിൻവാങ്ങിയത് അയാൾക്കെന്തോ അത്ഭുത ശക്തി ഉള്ളത് കൊണ്ടാവുമല്ലോ. ഗോൾഡൻ ക്രൗൺ ഹോട്ടലിൻ്റെ ഉടമയും ഭാര്യയും അന്ന് പറഞ്ഞതും ആ വൃദ്ധ കുരിശു വരച്ചുകൊണ്ട് പറഞ്ഞതും ഒക്കെ ഓർക്കുമ്പോൾ ഒരു അഭൗതിക ശക്തി പ്രഭുവിനുണ്ടെന്ന സൂചനയല്ലേ തെളിഞ്ഞു വരുന്നത്? അതെല്ലാം ഓർത്തപ്പോൾ എനിക്ക് ഭയം വർദ്ധിച്ചു വന്നു. കഴുത്തിൽ കിടന്ന കുരിശിൽ ഞാൻ ഭക്തിയോടെ മുത്തി. ഇതാണെൻ്റെ ഏക സുരക്ഷാ കവചം എന്നും തോന്നി. അന്ന് രാത്രിയും പ്രഭുവുമായി ഞാൻ സംസാരിച്ചിരുന്നു. അയാളുമായി സംസാരിക്കുമ്പോൾ അസാധാരണമായി ഒന്നും തോന്നുകയില്ല. ട്രാൻസിൽവാനിയെക്കുറിച്ചാണ് അന്ന് പ്രഭു സംസാരിച്ചത്. ഒരു കാര്യം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. പ്രഭു ഒരിക്കലും ഞാൻ എന്ന് പറയാറില്ല. നാം എന്ന പൂജക ബഹുവചനമാണ് ഉപയോഗിക്കുക. മറ്റുള്ളവരിൽ നിന്ന് ഉയരെയാണ് താനെന്നും തൻ്റെ കുലമഹിമ വളരെ ശ്രേഷ്ഠമാണെന്നും അദ്ദേഹം ഭാവിച്ചു. ജോനാഥൻ ഹാക്കറുടെ ഡയറി തുടരുന്നു. മെയ് 12. ഇന്നലെ പ്രഭു പറഞ്ഞത് 1 മാസം കൂടി ഞാൻ അദ്ദേഹത്തിൻ്റെ അതിഥിയായി ഇവിടെ താമസിക്കണമെന്നാണ്. എനിക്കത് സമ്മതമായിരുന്നില്ല. ഞാനത് തുറന്നു പറഞ്ഞു. അപ്പോൾ പ്രഭു പറഞ്ഞു, നിങ്ങൾ നിസ്സഹകരിക്കുകയാണോ? നിങ്ങളുടെ മേലധികാരിയാണ് നിങ്ങളെ ഇങ്ങോട്ട് അയച്ചത്. എൻ്റെ ആഗ്രഹപ്രകാരം പ്രവർത്തിക്കാനാണത്. തർക്കിച്ചിട്ട് ഒരു പ്രയോജനവുമില്ലെന്ന് ബോധ്യമായപ്പോൾ ഞാൻ സമ്മതം മൂളി. പ്രഭുവിന് സന്തോഷമായി.
ഓഫീസിലേക്കും എൻ്റെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ കത്തെഴുതാൻ ആവശ്യമായ കടലാസും കവറുമൊക്കെ അയാൾ എന്നെ ഏൽപ്പിച്ചു. ഞാൻ 3-4 കത്തുകൾ എഴുതി കവറിലാക്കി അയാളെ ഏൽപ്പിച്ചു. അവയുമായി പുറത്തേക്ക് പോകുമ്പോൾ അയാൾ കർക്കശമായി ഒരു നിബന്ധന നിർദ്ദേശിച്ചു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ മുറിയിൽ മാത്രമേ ഉറങ്ങാവൂ. ഇവിടം ഭദ്രമാണ്. മറ്റെവിടെയെങ്കിലും കിടന്നാൽ നിങ്ങൾക്ക് അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇക്കാര്യം മറക്കാതിരിക്കുക. ആ നിർദ്ദേശം എന്നെ കൂടുതൽ ചിന്താക്കുഴപ്പത്തിലാക്കി. ഈ മുറി മാത്രം സുരക്ഷിതമാകുന്നത് എന്തുകൊണ്ട്? മറ്റൊരാളും ഇല്ലാത്ത ഈ കോട്ടയിൽ എല്ലായിടവും ഒരുപോലെ ആയിരിക്കേണ്ടതല്ലേ? എന്തായാലും എല്ലാ ഭാഗവും ഒന്ന് നടന്നു കാണാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ഞാൻ മുകളിലത്തെ നിലയിലേക്ക് കയറി. അവിടെ നിന്ന് കാണുന്ന അന്തരീക്ഷം എന്നെ ആകർഷിച്ചു. കൂടുതൽ ശുദ്ധവായുവും അവിടെ ലഭിക്കുന്നതായി തോന്നി. തൊട്ടു താഴെ എന്തോ ശബ്ദം കേട്ട് ഞാൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ആ കാഴ്ച അമ്പരിപ്പിക്കുന്നതായിരുന്നു. പ്രഭു ഒരു ജനാലയിലൂടെ പുറത്തേക്ക് വരുന്നു. ഒരു പല്ലിയെപ്പോലെ ചുവരിൽ അള്ളിപ്പിടിച്ച് ആ രൂപം താഴേക്ക് ഇറങ്ങി പോകുന്നു. ദൈവമേ, ഇയാൾ എന്തുതരം ജന്മമാണ്? ഒരു മനുഷ്യന് ഇത്ര അനായാസം ജനാലയിലൂടെ പുറത്തു വരാനും ചുവരിലൂടെ പറ്റിപ്പിടിച്ച് ഇറങ്ങാനുമൊക്കെ എങ്ങനെ കഴിയുന്നു? ഭയം കൊണ്ട് എൻ്റെ ശരീരം വിറച്ചുപോയി. ഇതിനുള്ളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ലെന്ന തോന്നൽ ആ ഭീതി ഇരട്ടിയാക്കി. മെയ് 15. പേടിയോടെയാണെങ്കിലും ഞാനത് നോക്കി നിന്നു. ശരിക്കും ഒരു പല്ലി ഇറങ്ങും പോലെ അയാൾ താഴേക്ക് ഇറങ്ങുകയാണ്. ഏതാണ്ട് ഒരു 100 അടി താഴേക്ക് എത്തിയതും അയാൾ പെട്ടെന്ന് അപ്രത്യക്ഷനായി. എത്ര എത്തി വലിഞ്ഞു നോക്കിയിട്ടും ഒന്നും കാണാൻ കഴിഞ്ഞില്ല. എന്തായാലും പ്രഭു കൊട്ടാരം വിട്ടുപോയതായി എനിക്ക് മനസ്സിലായി. ഈ കൊട്ടാരത്തെക്കുറിച്ചുള്ള കൂടുതൽ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയ അവസരമാണിത്. മുറിയിൽ പോയി ഒരു വിളക്കുമായി ഞാൻ തിരിച്ചെത്തി. അടഞ്ഞു കിടക്കുന്ന ഓരോ വാതിലും തുറക്കാൻ ശ്രമിച്ചു. പക്ഷേ എല്ലാം പൂട്ടിയിരിക്കുകയാണ്. മിക്കവയും പുതിയ പൂട്ടുകളായി തോന്നി. ഞാൻ ആദ്യ ദിവസം പ്രവേശിച്ച മുറിയുടെ മുന്നിലെത്തി. അത് പ്രയാസം കൂടാതെ തുറക്കാൻ സാധിച്ചു. മലർക്കെ തുറന്ന മുറിയിലേക്ക് നിലാവ് കടന്നു വന്നു. അവിടെ കിടന്നിരുന്ന ഒരു മേശപ്പുറത്ത് ഞാൻ കയറിയിരുന്നു. സമയം കടന്നുപോയി. മെയ് 16. ഞാൻ ഭ്രാന്തനായി പോകേണ്ടതായിരുന്നു. അത് സംഭവിക്കാതിരുന്നതിന് ദൈവത്തിന് സ്തുതി. ഭ്രാന്ത് ഇനി പിടിക്കുമെന്നും തോന്നുന്നില്ല. അല്ലെങ്കിൽ ഇതിനകം അത് സംഭവിക്കുമായിരുന്നു. ഇന്നലെ രാത്രി എന്തൊക്കെയാണ് ഉണ്ടായത്? അത് വീണ്ടും ഓർക്കാൻ തന്നെ എനിക്ക് ഭയമാകുന്നു. എൻ്റെ കിടപ്പറയിലല്ലാതെ മറ്റൊരിടത്തും കിടന്നുറങ്ങരുതെന്ന് പ്രഭു മുന്നറിയിപ്പ് തന്നിരുന്നതാണല്ലോ. അതും ഒരു ഭീഷണിയുടെ സ്വരത്തിലായിരുന്നു ആ താക്കീത്. എന്നിട്ടും അതൊന്ന് ലംഘിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാനുള്ള ഒരു കുസൃതി നിറഞ്ഞ താല്പര്യം എന്നിൽ ഉയർന്നു. ആ മുറിയിലുണ്ടായിരുന്ന കട്ടിലിൽ ഞാൻ നീണ്ടു നിവർന്നു കിടന്നു. ജനാലകളിലൂടെ മുറിയിലാകെ നിലാവ് പരന്നിരുന്നു. ഞാൻ അല്പനേരം കണ്ണടച്ചു കിടന്നു. പിന്നെ കണ്ണു തുറന്നു നോക്കിയപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. എൻ്റെ മുന്നിൽ അതീവ സുന്ദരികളായ 3 പേർ. ചെറുപ്പവുമായ 3 യുവതികൾ പുഞ്ചിരി പൊഴിച്ചു നിൽക്കുന്നു. സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്നറിയാൻ ഞാൻ എൻ്റെ കയ്യിലൊന്ന് നുള്ളി നോക്കി. സ്വപ്നമല്ല, യാഥാർത്ഥ്യം തന്നെ. ഞാൻ അവരുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി ഓരോരുത്തരെയും പ്രത്യേകം നോക്കി. പെട്ടെന്ന് ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. നല്ല നിലാവിൽ കുളിച്ചു നിൽക്കുന്ന ആ 3 സുന്ദരികൾക്കും നിഴൽ കാണാനില്ല. മൂവരും തമ്മിൽ എന്തോ അടക്കം പറഞ്ഞ് മണി കിലുങ്ങും പോലെ ചിരിച്ചു. അവരിലൊരു സുന്ദരി എൻ്റെ മുഖത്തിനെ ചുംബിക്കാനെന്നോണം എന്നിലേക്ക് മുഖം കുനിച്ചു. ആ പവിഴാധരങ്ങൾ എൻ്റെ ചുണ്ടിൽ അമരുന്നത് കാത്ത് വികാരലോലനായി ഞാൻ കണ്ണടച്ചു കിടന്നു. പക്ഷേ അവളുടെ ചുണ്ടുകൾ എൻ്റെ ചുണ്ടുകളിലേക്ക് അമരുന്നതിന് പകരം എൻ്റെ കഴുത്തിലേക്കാണ് അമർന്നത്. അവളുടെ കൂർത്ത പല്ലുകൾ എൻ്റെ കഴുത്തിൽ അമർന്നു. വല്ലാത്തൊരു ഇക്കിളിയും അവാച്യമായ ഒരു അവ്യക്ത ഭയവും ഒരേ സമയം എന്നിൽ അനുഭവപ്പെട്ടു. പെട്ടെന്ന് കൊടുങ്കാറ്റ് പോലെ മുറിയിലേക്ക് പാഞ്ഞെത്തിയ ഡ്രാക്കുള പ്രഭു അവളെ മുടിയിൽ പിടിച്ചുയർത്തി പിന്നോക്കം വലിച്ചു മാറ്റി. തുടർന്ന് കോപാകുലനായി അയാൾ ഗർജിച്ചു. അയാൾ എൻ്റെ ആളാണെന്ന് നിങ്ങൾക്കറിയില്ലേ? അയാളെ സമീപിക്കുവാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യമുണ്ടായി? എൻ്റെ കാര്യങ്ങൾ കഴിയും വരെ അയാളെ തൊട്ടുപോകരുത്. ആവശ്യം കഴിഞ്ഞാൽ ഞാൻ തന്നെ അയാളെ നിങ്ങൾക്ക് വിട്ടുതരാം. വേഗം പോകൂ ഇവിടെ നിന്ന്. അപ്പോൾ ഇന്ന് ഞങ്ങൾ എന്തു ചെയ്യും? അവൾ ചോദിച്ചു. താൻ കൊണ്ടുവന്ന ഒരു സഞ്ചി പ്രഭു ചൂണ്ടിക്കാണിച്ചു. ആ സഞ്ചിയിൽ നിന്ന് ഒരു ചെറിയ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കാമായിരുന്നു. ആ യുവതികൾ വേഗം ആ സഞ്ചിയും എടുത്തുകൊണ്ട് അപ്രത്യക്ഷരായി. അതോടെ എൻ്റെ ബോധം പൂർണ്ണമായും മറഞ്ഞു. ഇപ്പോൾ ഞാൻ കിടക്കുന്നത് എൻ്റെ മുറിയിലെ കിടക്കയിലാണ്. പ്രഭു തന്നെയാകും എന്നെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയത്. ഈ കുറിപ്പുകൾ വായിക്കുവാനിടയാകുന്ന ഒരാളെങ്കിലും ഇത് അപ്പടി വിശ്വസിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇത് സത്യമാണ്, പൂർണ്ണമായും സത്യമാണ്. എൻ്റെ ഭ്രമാത്മക കൽപ്പനകളൊന്നുമല്ല. ഇക്കഴിഞ്ഞ രാത്രി എനിക്കൊരു 2ാം ജന്മം കിട്ടിയതുപോലെയാണ്. ആ സുന്ദരയക്ഷി എൻ്റെ ചോരയൊറ്റി കുടിക്കുമായിരുന്നോ എന്തോ അറിയില്ല. മെയ് 18. ഞാൻ ഡയറി എഴുതുന്നുണ്ടെന്നുള്ള കാര്യം ഡ്രാക്കുള പ്രഭുവിന് അറിയില്ല. അറിഞ്ഞാൽ അയാൾ എഴുതാൻ സമ്മതിക്കില്ല. ഈ ഡയറി എങ്ങനെ അയാളുടെ കയ്യിൽ കിട്ടിയാൽ അയാളത് നശിപ്പിക്കുമെന്ന് ഉറപ്പാണ്. അയാളുടെ നിഗൂഢതകൾ പുറംലോകം അറിയാനിടയാക്കുന്ന ഒരു തെളിവും ഉണ്ടാകുന്നത് അയാൾക്ക് സഹിക്കാൻ കഴിയില്ലല്ലോ. ഇന്നലെ രാത്രി ആ അനുഭവങ്ങൾ നേരിട്ട മുറിയിൽ പകൽ വെളിച്ചത്തിൽ ഒന്ന് പോയി നോക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ താഴേക്ക് ഇറങ്ങുന്ന കോണിയുടെ പ്രവേശന കവാടം അടച്ചു കുറ്റിയിട്ടിരുന്നു. അതും പ്രഭു ചെയ്തതാണ്.
മെയ് 19. ഇന്ന് എനിക്ക് ഭാരിച്ച ജോലിയായിരുന്നു. ഇന്നലെ രാത്രി പ്രഭു എന്നോട് 3 കത്തുകൾ എഴുതാൻ ആവശ്യപ്പെട്ടു. ഒന്ന്, എൻ്റെ ഇവിടുത്തെ ജോലികൾ അവസാനിപ്പിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ നാട്ടിലേക്ക് മടങ്ങുന്നുവെന്ന് അറിയിക്കുന്നതാവണം. രണ്ടാമത്തെ കത്തിൽ തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെ ഞാൻ പുറപ്പെടുന്നു എന്ന് കാണിച്ചുകൊണ്ടുള്ളത്. മൂന്നാമത്തെ കത്തിലാവട്ടെ ഞാൻ ഡ്രാക്കുള കോട്ടയിൽ നിന്നും പുറപ്പെട്ട് ബിസ്ട്രിച്ചിൽ എത്തിയെന്നും അറിയിക്കുകയും വേണം. ഇതിലെന്തോ ചതിയുണ്ടെന്നും അങ്ങനെയൊന്നും എഴുതാൻ എനിക്ക് മനസ്സിലെന്നും ഇയാളുടെ മുഖത്തടിച്ചു പറഞ്ഞാലോ എന്ന് ആലോചിച്ചു. പക്ഷേ അത് വിഡ്ഢിത്തമാവുമെന്നും ഞാനിപ്പോൾ പൂർണ്ണമായും അയാളുടെ കസ്റ്റഡിയിലാണല്ലോ എന്നും തോന്നി. അയാളെ കോപാകുലനാക്കുന്നതൊന്നും ചെയ്യാതിരിക്കുകയാണ് ബുദ്ധി. തൽക്കാലം തന്ത്രപൂർവ്വം നീങ്ങിയേ പറ്റൂ. എന്നെ സമാധാനിപ്പിക്കാൻ പ്രഭു പറഞ്ഞു, തപാൽ സർവീസൊന്നും ഇവിടെ അത്ര ശരിയല്ല. കത്തയച്ചാലും നിങ്ങളുടെ ബന്ധുക്കൾക്ക് അത് കിട്ടാൻ വൈകും. എത്ര നേരത്തെ അയക്കുന്നുവോ അത്രയും നേരത്തെ അവിടെ എത്തും. നിങ്ങളുടെ ആളുകൾ വിവരമറിഞ്ഞ് സന്തോഷിക്കാം. രണ്ടാമത്തെയും മൂന്നാമത്തെയും കത്ത് ഇപ്പോൾ അയക്കാനല്ല, അത് നിങ്ങളുടെ യാത്രയോടനുബന്ധിച്ച് മാത്രമേ അയക്കുകയുള്ളൂ. ആദ്യത്തെ കത്തിൽ ജൂൺ 12 എന്നും രണ്ടാമത്തേതിൽ ജൂൺ 19 എന്നും മൂന്നാമത്തേതിൽ ജൂൺ 29 എന്നും തീയതി വെച്ചാൽ മതി. ദൈവമേ, എൻ്റെ ആയുസ് ഇതാ നിർണയിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ എന്തു ചെയ്യട്ടെ? പ്രിയ കൂട്ടുകാരെ, ഡ്രാക്കുള എന്ന ഈ കഥയുടെ ബാക്കി ഭാഗം കേൾക്കുവാനായി തീർച്ചയായും നിങ്ങൾ എൻ്റെ ചാനൽ സന്ദർശിക്കുക. കഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തണേ. ഈ കഥയുടെ ബാക്കി ഭാഗവുമായി ഞാൻ വരും വരേക്കും എല്ലാവർക്കും വിട.